എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് പൊന്നാങ്കണ്ണിയൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുഴൻ്റെ അടുത്തേക്ക് പോയതാട്ടോ. അപ്പോൾ എൻ്റെ ഇറക്കിലിങ്ങനെ നല്ല പൊന്നാങ്കണ്ണിയൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് പൊന്നാങ്കണ്ണി. അപ്പോൾ ഞാനും അനിയത്തിയും കൂടി കുറച്ച് പൊന്നാങ്കണ്ണിയൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴത്തേന് നല്ല മഴ പെയ്ത്. കുട്ടീനൊക്കെ ഇട്ടിരുന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അനിയത്തിയും കുട്ടിയും ഞാനും മോളും ഒക്കെ കൂടിയാണ് പുഴയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഴ പെയ്തപ്പോൾ കുട്ടികളെടുത്ത് ചെറിയ മോനെ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ട് ഞങ്ങൾ കുറച്ചും കൂടി അവിടെ നിന്നിങ്ങനെ പൊട്ടിച്ച്. പിന്നെ ഇതിൻ്റെ താഴത്ത് നിന്നാൽ അത്ര മഴ കൊള്ളൂല, നല്ല പടർന്ന് പിടിച്ചിട്ടുള്ളൊരു മരമായിരുന്നു അത് കേട്ടോ. എന്നാലും കുറേയൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചപ്പോൾ പിന്നെ മഴ നല്ല കൂടി. പുഴയിൽ ഇങ്ങനെ മഴ വീണ കാണാനാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ മീൻ പിടിക്കലരൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ നിന്നിട്ട് ഇങ്ങനെ വലയൊക്കെ കഴുകുന്നുണ്ട്. പിന്നെ മഴ കൂടിയപ്പോൾ പിന്നെ ഞങ്ങൾ കയറിപ്പോന്നു. പിന്നെ അവിടെ നിന്നാൽ നല്ല നനഞ്ഞാലോചിച്ചിട്ട് പിന്നെ ചായ ഒന്നും കുടിക്കാതിരുന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ നീറ്റ് വന്നപ്പോൾ തന്നെ വെയിലൊക്കെ ആവുന്നതിന് മുന്നേ പോവാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം പിന്നെ വെയിലേ ഉണ്ടായിട്ടില്ല, മഴ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതാ പത്തിരി ആയിരുന്നു കടി ഉണ്ടാക്കിയിരുന്നത്. പത്തിരിയും ഗ്രീൻ പീസിൻ്റെ കറിയും കൂടി കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നീറ്റ് വന്നപ്പോൾ തന്നെ അമ്മ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അനിയത്തിൻ്റെ മോളവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഇത് ആ മീൻ പിടുത്തക്കാരടുത്ത് നിന്ന് വാങ്ങിച്ച മീനാട്ടാ. പിന്നെ വേറെ എന്തോ ഒരു മീനമ്മ വാങ്ങിയിട്ട് അതവിടെ കായം തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞങ്ങളവിടെ നിന്നപ്പോൾ പൊട്ടിച്ച പൊന്നാങ്കണ്ണി. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വേണം അതൊക്കെ, അങ്ങനെ ഇലയൊക്കെ മുറിക്കാൻ നല്ല പണിയാണല്ലോ. അപ്പോൾ ഞാനത് മുറിച്ച് തരണ്ടെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാതിരുന്നാണ്. അപ്പോൾ അത് മുറിക്കുന്നതിന് മുന്നേ മോൻ്റെ പരിപാടികളൊക്കെ കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അവനക്ക് ചായയൊക്കെ കൊടുത്ത് കുളിപ്പിച്ച്, അവനക്ക് കുളിച്ച് കഴിഞ്ഞാൽ കുളിമുറിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് ഇഷ്ടമല്ല കേട്ടോ. കുളിമുറിയിൽ നിന്ന് കൊണ്ടുവന്നതിനാണ് ഇപ്പോൾ കരയണത്. അപ്പം ഓനെ ഉറക്കി കൊടുത്താൽ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഓൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ഉറങ്ങാനൊന്നും അങ്ങനെ കിട്ടൂല, കളിക്കണം. ഇപ്പം അങ്ങനെയാണ് അവനക്ക്, വെറും കളി എന്നുള്ളൊരു ഇതാണ്. കുറച്ച് നേരമൊക്കെ ഉറങ്ങുള്ളൂ. 1 മണിക്കൂറൊക്കെ അവനെ ഉറക്കാൻ വേണ്ടി നിൽക്കണം, എന്നാൽ ഒരു 10 മിനിറ്റൊക്കെ ഉറങ്ങുള്ളൂ. മോനെ എന്തുവാ ഇനി മുടി ചെയ്യിത്തരാം. കൊണ്ട അതാ അങ്ങനെ നോക്കല്ലേ. അതാ കൊണ്ട. അതിനിടയിൽ പിന്നെ അനിയത്തി ഇവിടെ അടിക്കലും തുടക്കലൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പിന്നെ രണ്ടാളും കൂടിയാൽ പിന്നെ അക്കത്തിലൊക്കെ പണിയൊക്കെ കഴിയുള്ളൂ കേട്ടോ. വീട്ടിൽ പോയാൽ കുട്ടി ഗുഡ് ബോയ് ആണ്. ഗുഡ് ബോയ്. മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഗുഡ് ബോയ് ആണ്. ഗുഡ് ബോയ്. ഗുഡ് ബോയ്. എന്താ നിക്കാൻ നോക്കണോക്കാ. ഇപ്പൊ നിക്കൂട്ടോ. അയിമച്ച് മുഖം കുത്തുട്ടാ. അവനെ താഴത്തേക്ക് ഇറക്കി കൊടുത്തു. നല്ല മഴ, നല്ല മഴ. അങ്ങനൊക്കെ നോക്കി പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ആയിട്ടുണ്ട്. ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിന്ന്. ഇത് നമ്മളെ പൊട്ടിച്ച പൊന്നാങ്കണ്ണിയാണ് കേട്ടോ. പൊന്നാങ്കണ്ണി ഉണ്ടായിരുന്ന സാമ്പാർ, പിന്നെ മീൻ പൊരിച്ചത്, പുഴമീൻ പൊരിച്ചത്, പപ്പടം, അതൊക്കെയായിരുന്നു കറികൾ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചോറൊക്കെ തിന്ന്. ഞങ്ങളിങ്ങനെ അടുക്കളയിൽ തന്നെ എല്ലാതും അങ്ങനെ ചട്ടി കൊടുക്കുക തന്നെയാണ് കൊടുന്ന് വെച്ചിട്ട് അതിന് തന്നെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കൽ കേട്ടോ. പിന്നെ വേറെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ടേബിൾ മേലൊക്കെ കൊടുന്ന് വെച്ചിട്ടൊക്കെ തിന്നലുള്ളൂ. അല്ലെങ്കിൽ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ ഞങ്ങളങ്ങോട്ട് കഴിക്കലാണ്. അങ്ങനെ പിന്നെ ചോറൊക്കെ തിന്ന് കൊലയുമ്പോൾ അങ്ങനെ വെറുതെ അങ്ങനെ പോയിരിക്കുമ്പോഴാണ് പിന്നെ അടുത്ത വീട്ടിൽ മേലെ ഒരു മയിലിങ്ങനെ ഇരിക്കുന്നുണ്ടത്. വലിയ ആൺമയിലുണ്ട്. പീലിയൊക്കെ അവരെ ടെറസിൻ്റെ മേലെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. അങ്ങനെ പീലിയൊക്കെ വിടർത്തിയിട്ട് ഇങ്ങനെ വഴിച്ചിട്ടണതൊക്കെ അങ്ങനെ കാണലുണ്ട് കേട്ടോ എപ്പോഴും. പിന്നെ നല്ല മഴയാണ്. അതിനിടയിൽ മോള് ട്യൂഷനിക്ക് പോയിട്ട് വരാതായപ്പോൾ ഞങ്ങളങ്ങനെ നോക്കി. ഇത് അനിയത്തിൻ്റെ മോളും എൻ്റെ മോനും കൂടിയാണ്. ഞങ്ങളങ്ങനെ നോക്കി. നമുക്ക് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവള് വന്നപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ അങ്ങനെ, അപ്പോൾ ഇന്നാണ് ശരിക്കും നല്ല മഴ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നവളങ്ങനെ കാണാതായപ്പോൾ അമ്മ കുടയൊക്കെ ആയിട്ട് ബസ് ഇറങ്ങണം അങ്ങോട്ട് പോയി. അങ്ങനെ പിന്നെ അവൾ വന്ന് എന്തായാലും
എന്തുവാ എന്തുവാ ഇത്താത്തോടെ 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 പൊന്നോ വിളിച്ചോക്കാം താത്തതാ താത്തതാ വിളിച്ചോക്ക് ആ അവ്വ ഇതിൻ്റെ ഇടയിൽ മോന് എണീറ്റിട്ടുണ്ടായിരുന്നു. മഴക്കാണെങ്കിൽ ഒരു കുറവില്ല കേട്ടോ, നല്ല മഴയായിരുന്നു. പിന്നെ മോള് വന്ന് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പഴമൊക്കെ പൊരിച്ചു, ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി. മോന് മേലൊക്കെ കഴുകി വേറെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവനോട് അങ്ങനെ നടക്കുകയാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ.